നമ്മൾ ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ഇരുമ്പുളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് അധികം മൂക്കാത്ത ടൈപ്പ് ഇരുമ്പുളിയാണ് നല്ലത്. ഈ ഒരു പരുവത്തിലുള്ള ഇരുമ്പുളി വെച്ച് അച്ചാർ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ 2 അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിന്റെ നെറ്റ് ഭാഗവും മുകൾ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് 4ആയിട്ട് പൊളന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ അത് അരിയുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അരിയാം. പട്ടത്തിൽ അരിയണമെങ്കിൽ പട്ടത്തിൽ അരിയാം. അതല്ല കനം കുറച്ച് ഇനിയും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും ചെറുതാക്കാം. പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 4ആക്കി പൊളന്നാണ് ഇത് എടുക്കുന്നത്. ഇപ്പൊ ഇവിടെ മുഴുവൻ എലിപ്പപ്പുളിയും നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് 2 ദിവസം നമുക്കിത് പുറത്ത് തന്നെ വെക്കാം. 2 ദിവസം പുറത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. ഇവിടെ 2 ദിവസമായി നമ്മളിത് ഉപ്പൊക്കെ തളിച്ച് വെച്ചിട്ട് നല്ലപോലെ ആ ഇരുമ്പുളിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായിട്ട് ചുമന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് നമുക്ക് അതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. ഇപ്പൊ ഇവിടെ നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ചുള വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി കുറച്ച് മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. പിന്നെ ഒരു 3 വലിയ പച്ചമുളക്. അപ്പൊ ഇത് 3 കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒരുവിധം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമ്മളത് മൂപ്പിച്ചെടുക്കണം. ഒട്ടും വെള്ളത്തിന്റെ അംശമൊന്നും ഉണ്ടാവരുത്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിന്റെ പകുതി മാത്രമേ ഉള്ളൂ. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടരുത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുക് പരിപ്പാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇരുമ്പുളി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇരുമ്പുളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇരുമ്പുളിയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ആണ്. ഒരു പാടുവിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പികളിലേക്ക് മാറ്റാം. ഇന്ന് നമ്മൾ ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ഇരുമ്പുളിയാണ് എടുത്തേക്കുന്നത്. അപ്പൊ അച്ചാർ ഉണ്ടാക്കാൻ